ആരോട് വരും? ഈ രാജ്യങ്ങളോട്. ഇസ്രായേലും ഇവരും തമ്മിലുള്ള ഉഭയപക്ഷ മുസ്ലിം രാജ്യ നേതാക്കന്മാർ ഇസ്രായേലും തമ്മിൽ അതിശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ എഫ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ വരെ ദൃഢമായി ലോകത്തിന്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും അറബ് നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. സുന്നികൾ അത് തൽക്കാലം ഉണ്ടാക്കും. അതേസമയത്ത് ശിഷ്യാക്കൾക്ക് ഇതോടുകൂടെ എന്തു വരും? നേരത്തെ തന്നെ പക ഇരട്ടിക്കുന്ന് പറഞ്ഞാൽ തീരൂല. ഈ ദുരന്തം മുഴുവനും ഗൾഫ് അനുഭവിക്കണം. അമേരിക്ക ഇത് ബാധിക്കൂല, അമേരിക്ക ഇത് ബാധിക്കേയില്ല, അമേരിക്കക്ക് ഇത് ലാഭമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശത്രുത സ്ഥിരമാക്കിയിട്ടാൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ശത്രുത, നമ്മൾ രണ്ട് വിഭാഗം, നമ്മൾ സുന്നികളും അവർ ഷിയാക്കളുമാണ്. അപ്പോൾ ഇത് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് തീരാത്തൊരു പക നമ്മൾ അസ്ഥിവാരം ഇട്ടാൽ അതൊരു പ്രശ്നമായിരിക്കും. ആ പ്രശ്നം തീർക്കാൻ കഴിയില്ല. സദ്ദാം ഹുസൈനെ കൊല്ലുമ്പോൾ പോലെയല്ല അലി ഖംനായെ കൊല്ലുന്നത്, അഹമ്മദ് നജാദിയെ കൊല്ലും പോലെയല്ല. അഹമ്മദ് നജാദി ഇറാന്റെ പ്രസിഡന്റായിരുന്നു, ആരല്ല, ആത്മീയതാവല്ല. ഇത് പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നം. ഈ പ്രശ്നം മഹദിക്കല്ലാതെ തീർക്കാനും കഴിയില്ല. ഇമാം മഹദിക്കല്ലാതെ ഈ പ്രശ്നം തീർക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ പഠിച്ചവനെ ഇത് സ്ഥിരീകരിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട്? അന്നം തേടി മനുഷ്യന്മാർ ഓടുന്ന നാടാണത്. മനുഷ്യന് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി. സത്യത്തിൽ പണ്ട അവസ്ഥയില്ല. ആ അവസ്ഥ തന്നെ തകിടം മറിച്ചൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഒരു നാട്ടുകാർക്ക് ഭക്ഷണം കിട്ടുന്നത് ആ നാട്ടിൽ നിന്നാണ്. അതിന് പുറത്തുനിന്ന് ഒരു ഭക്ഷണം ശേഖരിക്കുക എന്നുള്ളത് കച്ചവടം. ഓക്കെ, അതിൻ്റെ അപ്പുറം തൊഴിൽ എന്ന് പറഞ്ഞത് പരിധി വിട്ട തൊഴിൽ. വൈകുന്നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മടങ്ങി വരാൻ കഴിയണം, അതിന് കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാട്ടിൽ നൽകിയ ഒരു അസാബാണ് എന്ത്? ഗൾഫ് ജോലി. ഗൾഫ് ജോലി ഒരു അസാബാണ്. അതൊരിക്കലും ഒരു അനുഗ്രഹമല്ല. ഞാനീ പറയുന്ന പ്രശ്നം ഇതൊന്നല്ല. ഇപ്പം നിങ്ങളെ ബുദ്ധിയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ശക്തമായ തിരിച്ചടി ഉണ്ടാവും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടാകാൻ ഇറാൻ എന്ത് കുന്തം കഴിയും? അതൊന്നും അങ്ങനെയാണെങ്കിൽ ഇറാൻ അവരുടെ ആത്മീയതാവ് നമ്മൾ രക്ഷിക്കല്ലേ വേണ്ട? അതിനെ എത്ര ഉള്ളൂന്നറിയാം. എല്ലാം കഴിഞ്ഞാൽ ബാപ്പാനെ അടിച്ചിട്ട് കൈ മുറിക്കുമ്പോൾ മക്കളുണ്ടല്ലോ കാണിച്ചു തരാമെന്നറിയണം. കാണിച്ചു തരാണെങ്കിൽ അപ്പം തന്നെ കാണിച്ചു കൊടുക്കണ്ട്. പിന്നെ അവസാനം